Realme Narzo സീരീസിൽ പുറത്തിറക്കിയ അവരുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണാണ് Realme Narzo N55. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബോക്സ് ഇത്തരത്തിലൊരു Narzo സീരീസിലെ ഫോണുകൾ വരുന്ന തരത്തിലുള്ള ഒരു നീല കളറിലെ ബോക്സിലാണ് വരുന്നത്. ഇവിടെ നമ്മുടെ പേരൊക്കെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ അൺബോക്സിംഗ് വളരെ വേഗത്തിൽ നിന്ന് കാണാം. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബോക്സിനകത്ത് ഇത്തരത്തിൽ സിം ഇജക്ടർ പിൻ, യൂസർ മാനുവൽ വാറന്റി കാർഡ് ഇൻഫർമേഷൻ, ചാർജിങ്ങിന് വേണ്ടി USB Type-C ചാർജിംഗ് കേബിൾ, 33 വാട്ടിന്റെ ഒരു സൂപ്പർ വൂക്ക് ചാർജർ എന്നിവയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബോക്സിനകത്തുള്ളത്. അപ്പോൾ ഈ ഒരു 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു റിയൽമിയുടെ ഒരു നാർസോ സീരീസിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് റിയൽമി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് നാർസോ സീരീസിൽ 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ കൊണ്ടുവന്നു എന്നുള്ളത് മാത്രമാണ്. എന്ത് തന്നെയായാലും ഫോണിലേക്ക് വരാം. ഇതാണ് റിയൽമി നാർസോ N55. കാണാൻ നല്ല രസമുണ്ട്. ബാക്കൊക്കെ നല്ല ഗ്ലോസി ഫിനിഷാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. പക്ഷേ ഒരു ഡ്യുവൽ ടോൺ കളറാണ് ഇതിനകത്ത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നാർസോ എന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ, നേരത്തെ നാർസോ എന്ന് എഴുതിയിരിക്കുന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നു. ഡിസൈൻഡ് ബൈ റിയൽമി എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. 2 ക്യാമറകൾ ഇത്തരത്തിൽ വലിയ 2 മൊഡ്യൂളിനകത്തായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഈ സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഫുള്ളി ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ വല സൈഡിൽ വോളിയം റോക്കേസും പവർ ബട്ടൺ ഉണ്ട്. ഈ ഒരു പവർ ബട്ടണിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ഫിംഗർ പ്രിന്റ് സംവിധാനം കൊടുത്തിരിക്കുന്നത്. താഴെ ഇത്തരത്തിൽ സ്പീക്കർ ഗ്രില്ല്, USB Type-C ചാർജിംഗ് പോർട്ട്, മൈക്രോഫോൺ, 3.5mm ഓഡിയോ ജാക്ക് എന്നിവ കാണാം. അപ്പോൾ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇടത് സൈഡിലാണ് ഇത്തരത്തിൽ സിം ട്രേ കൊടുത്തിരിക്കുന്നത്. മുകളിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടില്ല. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഒരു 12,000 രൂപ താഴെ വില വരുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയായിരിക്കും. അതുകൊണ്ടാവണം ആ ഒരു സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ഇതിനകത്ത് നൽകാത്തതെന്ന് തോന്നുന്നു. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരേ സമയം 2 നാനോ സിം കാർഡുകളും ഒരു മെമ്മറി കാർഡും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഒരുമിച്ച് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെ റിയൽമി എന്നും പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും എഴുതി കാണിക്കുന്നു. ഈ ഒരു സ്മാർട്ട് ഫോണിന് വെറും 7.789 ആണ് ഇതിൻ്റെ ഒരു തിക്നെസ്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വെയിറ്റ് പറഞ്ഞാലും 189.5 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. അണ്ടർ 200 ഗ്രാം ആണ്. കുഴപ്പമില്ല, ഹോൾഡ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. ബോക്സി ഡിസൈൻ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. കാണാൻ നല്ല ലുക്ക് എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞാൽ 6.72 ഇഞ്ചിന്റെ ഫുൾ HD+ റെസൊല്യൂഷനുള്ള IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ഓർക്കുക, ഇത് LCD ഡിസ്പ്ലേ ആണെങ്കിലും ഒരുവിധം ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണെന്ന് പറയട്ടെ. LED ഡിസ്പ്ലേയുടെ അത്ര ക്വാളിറ്റി ഇല്ലെങ്കിലും സാധാരണ LCD ഡിസ്പ്ലേയുടെ ഒരു ഹയർ ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ തന്നെയാണ് എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് റേഞ്ചിൽ ലഭിക്കാവുന്ന മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് എടുത്തു പറയാം. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന് ഹയർ റിഫ്രഷ് റേറ്റ് ആയിട്ട് 90 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല 180 ഹെഡ്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ റെസ്പോൺസീവ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ. 680 നിറ്റ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ്. അപ്പോൾ ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊക്കെ ഓക്കെ എന്ന് വേണമെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ വിശേഷിപ്പിക്കേണ്ടി വരും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 680 നിറ്റ്സ് കിട്ടുന്നു എന്നുള്ളതും വലിയ കാര്യം. മീഡിയടെക്കിന്റെ ഹീലിയോ G88 എന്ന 4G പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നത്. നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ മാക്സിമം 6GB റാം വരെ ലഭിക്കും. അതുപോലെ ഇന്റേണൽ സ്റ്റോറേജ് വന്നിട്ട് 128GB നമുക്ക് ലഭിക്കും. നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത് 6GB റാം 128GB ഹയർ വേരിയന്റ് ആണ് പരിശോധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഈ ഒരു G88 എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ 4G പ്രോസറാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ 5G ഉപയോഗിക്കാൻ സാധിക്കില്ല. റാം ടൈപ്പ് എന്ന് പറയുന്നത് LPDDR4X റാമും അതുപോലെ eMMC ആണ് ഇതിന്റെ ഒരു സ്റ്റോറേജ് ടൈപ്പും. ഈ ഒരു G88 എന്ന് പറയുന്ന 4G പ്രോസറുമായിട്ട് വരുന്ന നിരവധി സ്മാർട്ട് ഫോണുകൾ നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നേരത്തെ റിയൽമി തന്നെ വേറൊരു സ്മാർട്ട് ഫോൺ പുറത്തിറക്കി, റിയൽമി C55 എന്ന് പറയുന്ന പേരിൽ. അതിനകത്തും G88 എന്ന് പറയുന്ന പ്രോസറായിരുന്നു. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഡിറ്റോ സ്പെസിഫിക്കേഷൻസ് ആണ് ഈ 2 ഫോണുകളും. 2 പേരുകളിൽ 2 വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഇറക്കിയെന്ന് മാത്രം. അപ്പോൾ ഇതാണ് റിയൽമി C55, ഇത് നാർസോ N55. ഇവിടെ പേരിനകത്ത് പോലും ആ ഒരു 55ന്റെ ഒരു സാമ്യമുണ്ട്. രണ്ടും സെയിം സ്പെക്കാണ്, സെയിം ഡിറ്റോ. സാധാരണ ചില സ്മാർട്ട് ഫോണുകളൊക്കെ ഒരേപോലെ ഇറക്കുമ്പോൾ പ്രോസറെങ്കിലും മാറാറുണ്ട്. പക്ഷേ ഇവിടെ പ്രോസർ പോലും മാറിയിട്ടില്ല, ഡിറ്റോ സെയിം. കാഴ്ചയ്ക്കുള്ള സാമ്യവും കണ്ടില്ല. ആ ക്യാമറ മൊഡ്യൂളൊക്കെ ഏകദേശം ഐഡന്റിക്കലാണ്. ചെറിയ ഒരു ക്യാമറ മൊഡ്യൂളിലൊക്കെ ഉള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതർവൈസ് ഫോൺ എല്ലാം ഡിറ്റോ ആണ്. ആ സിം ട്രേയുടെ പൊസിഷനിങ്, അതുപോലെ താഴത്തെ പ്രൊഫൈൽ, സൈഡ് പ്രൊഫൈൽ എല്ലാം ഡിറ്റോ സെയിം ആണ്. പ്രൈസിനകത്ത് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്നുള്ളത് അറിയണം. കാരണം C55ലും N55ലും സെയിം സ്പെസിഫിക്കേഷൻ കൊടുക്കുമ്പോൾ ഇനി പ്രൈസിനകത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കുറവ് ഇതിന് വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. എന്ത് തന്നെയായാലും ഈ ഒരു G88 എന്ന് പറയുന്നത് കുഴപ്പമില്ലാത്ത പ്രോസറാണ്. നമുക്ക് ഗെയിമൊക്കെ കളിക്കണമെങ്കിൽ ഓക്കെ, കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ അതിൻ്റെ ഒരു ബേസ് സെറ്റപ്പിൽ നമുക്ക് ഇതിനകത്ത് കളിക്കാൻ സാധിക്കും. ബാറ്ററി സൈഡിലേക്ക് വന്നാൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അത് ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനോടൊപ്പം ഇത്തരത്തിൽ 33 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ് കൊടുക്കുന്നത്. റിയൽമി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നാർസോ സീരീസിൽ ആദ്യമായിട്ട്
ആദ്യമായിട്ടാണ് ഇത്രയും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കൊണ്ടുവരുന്നത് എന്നുള്ള പ്രത്യേകതയും നാർസോ N55 അവകാശപ്പെട്ടതാണ്. ക്യാമറ വിഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 64 മെഗാ പിക്സലിന്റെ പ്രൈമറി സെൻസർ കൊടുക്കുന്നു. അതൊരു വലിയ കാര്യമാണ് ഈ പ്രൈസ് റേഞ്ചിൽ. പക്ഷേ ഒരു വൈഡ് ആംഗിൾ സെൻസർ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടില്ല. രണ്ടാമത്തെ ക്യാമറ എന്ന് പറയുന്നത് 2 മെഗാ പിക്സലിന്റെ ഒരു മാക്രോ സെൻസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. സെൽഫി എടുക്കാനായിട്ട് ഇത്തരത്തിൽ സെന്റർ പഞ്ച് ഹോൾ ആയിട്ട് 8 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി സെൻസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സെന്റർ പഞ്ച് ഹോൾ അതിനൊരു സ്പെഷ്യൽ സല്യൂട്ട് നൽകേണ്ടതുണ്ട്. കാരണം ഒരു 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണുകൾ പോലും ഇപ്പോഴും മറ്റ് ചില ബ്രാൻഡുകൾ വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് നൽകുന്നത്. പക്ഷേ ഇവിടെ ഈ പ്രൈസ് റേഞ്ചിലും പഞ്ച് ഹോൾ ക്യാമറ കിട്ടുന്നു എന്നുള്ളതും അതുപോലെ USB Type-C ചാർജിംഗ് പോർട്ട് തന്നെ നൽകുന്നു എന്നുള്ളതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ്. ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് വെർഷൻ Android 13 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ റിയൽമിയുടെ ഏറ്റവും പുതിയ റിയൽമി യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള റിയൽമി UI 4 ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നു. ഫോണിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്ന ബ്ലോട്ട്വേഴ്സുകളെ കുറിച്ച് പറഞ്ഞാൽ സ്പോട്ടിഫൈ, ഷെയർ ചാറ്റ്, ഫോൺ പേ, പേടിഎം, മോജ്, ലിങ്ക്ഡിൻ, ജോഷ്, സാധാരണ ഒരു റിയൽമി സ്മാർട്ട് ഫോണിൽ കാണപ്പെടുന്ന ഒട്ടുമിക്ക ചവർ ആപ്ലിക്കേഷൻസ് കംപ്ലീറ്റ് ഉണ്ട്. അതുപോലെ ഹോട്ട് ഗെയിംസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇത്തരത്തിൽ ഒരു റെക്കമെൻഡേഷൻ വരുന്നുണ്ട്. അത് നമ്മൾ നെറ്റൊക്കെ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ആപ്ലിക്കേഷൻ എല്ലാം ഇവിടെ ഇതുപോലെ കാണിക്കും, കണ്ടില്ലേ അത്രയും റെക്കമെൻഡേഷൻ. അതുപോലെ ഹോട്ട് ഫ്രീ ഗെയിംസ് എന്ന് പറഞ്ഞ് വീണ്ടും കുറേ ആപ്പ് റെക്കമെൻഡേഷൻസ് ഈ സ്മാർട്ട് ഫോണിനകത്ത് വരുന്നുണ്ട്. അത് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. ഇത്തരത്തിൽ റിയൽമിയുടെ ബജറ്റ് സ്മാർട്ട് ഫോണുകളിലും ഇതിൽ നിന്ന് വില കൂടിയ സ്മാർട്ട് ഫോണുകൾ പോലും റിയൽമി ഇപ്പോൾ ഇത്തരം ഒരു ബ്ലോട്ട് വേസുകൾ കുത്തി നിറച്ച് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒന്നാമത് ഇത്രയും ആപ്ലിക്കേഷൻസ് ഫോണിലുള്ളപ്പോൾ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആയി പോകും. അവ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. രണ്ടാമത് ഇതെല്ലാം കൂടെ അറിയാത്തവരൊക്കെ സെറ്റ് ചെയ്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്പിൽ നിന്നെല്ലാം നോട്ടിഫിക്കേഷനൊക്കെ വന്ന് ഈ നോട്ടിഫിക്കേഷൻ ഏരിയ ആവശ്യമില്ലാത്ത നോട്ടിഫിക്കേഷൻ കൊണ്ട് ബുദ്ധിമുട്ടിക്കലും ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിലും വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് കുറവായതുകൊണ്ടാവാം റിയൽമി ഇത്രയധികം ബ്ലോട്ട് വേസുകൾ ഇതിൽ കുത്തി നിറയ്ക്കുന്നത്. ഫിംഗർ പ്രിന്റിനെ കുറിച്ച് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് ഇതിനകത്തൊരു ഫിംഗർ പ്രിന്റ് നൽകിയിരിക്കുന്നത്. അത് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുമുണ്ട്. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം, റിയൽമിയുടെ C55 പോലെ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. റിയൽമി C55ന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഐഫോണിലൊക്കെ കണ്ടിരുന്ന പോലുള്ള ഡൈനാമിക് ഐലൻഡ്, അത് മിനി ക്യാപ്സൂൾ എന്ന പേരിൽ റിയൽമി C55 അവതരിപ്പിച്ചിരുന്നു. നമ്മൾ വീഡിയോ ചെയ്താണ്, ഒരുപാട് പേർ കണ്ടൊരു വീഡിയോ ആണ്. അതേ മിനി ക്യാപ്സൂൾ എന്ന ഡൈനാമിക് ഐലൻഡ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തും നൽകിയിട്ടുണ്ട്. റിയൽമിയുടേതായിട്ടുള്ള ചില ആപ്ലിക്കേഷൻസിൽ മാത്രമാണ് നിലവിൽ അത് വർക്ക് ചെയ്യുക. കൂടുതൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലേക്ക് പിന്നീടേ അത് വരത്തുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ജസ്റ്റ് ചാർജ് ഒക്കെ ചെയ്യുമ്പോൾ കണ്ടില്ലേ, ആ ഒരു മിനി ക്യാപ്സൂൾ എന്ന് പറയുന്ന ആ ഒരു ഏരിയ ഇത്തരത്തിൽ വരികയും അവിടെ നമുക്ക് ആ ഒരു ചാർജിങ് ഇൻഡിക്കേഷനൊക്കെ നല്ല കൃത്യമായിട്ട് കാണാൻ സാധിക്കും. കണ്ടില്ലേ. അതുപോലെ തന്നെ മൊബൈൽ ഡേറ്റ യൂസ് ചെയ്യുന്നവർ മൊബൈൽ ഡേറ്റ ഒരു 10% മറ്റോ താഴെയൊക്കെ ആകുമ്പോൾ ഈ ഒരു മിനി ക്യാപ്സൂൾ ഏരിയയിൽ അതിൻ്റെ ഒരു വാണിംഗ് കാണിക്കും. അതുപോലെ റിയൽമി പറയുന്നത് നമ്മൾ രാത്രി ആകുമ്പോൾ ഏകദേശം രാത്രി 9 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ അന്ന് എത്ര സ്റ്റെപ്പ് നടന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു ഹെൽത്ത് സമ്മറി എന്ന നിലയിലും ഇത്തരത്തിൽ മിനി ക്യാപ്സൂൾ കാണിക്കുമെന്നാണ് റിയൽമി അറിയിക്കുന്നത്. അടുത്തായിട്ട് ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഓർക്കുക, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്തായാലും ഒരു മോണോ സ്പീക്കർ ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് കേട്ട് നോക്കാം. പറഞ്ഞതുപോലെ തന്നെ മോണോ സ്പീക്കറാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ ക്വാളിറ്റിയുള്ള സൗണ്ടാണ്, ഡീസൻ്റ് ആണ്, സൗണ്ട് ക്വാളിറ്റി ഡീസൻ്റ് ആണ്. അതുപോലെ വീഡിയോ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ളൊരു വീഡിയോ ക്വാളിറ്റിയാണ്. അത് എടുത്ത് പറയേണ്ടത്. എനിക്ക് ഇതിനകത്ത് വീഡിയോ ക്വാളിറ്റിയാണ് എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. ഈ പ്രൈസ് റേഞ്ചിൽ നല്ല ഒരു ഡിസ്പ്ലേ എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. IPS LCD ഡിസ്പ്ലേ ആണെങ്കിലും മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ. അതുപോലെ ഈ നേരത്തെ പറഞ്ഞ പോലെ പഞ്ച് ഹോൾ ക്യാമറ കൊടുത്തിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസിന് ഈ ഒരു സ്മാർട്ട് ഫോൺ മനോഹരമായിരിക്കും. ആ ഒരു മോണോ സ്പീക്കർ ആണ് എന്നുള്ളത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഡിസ്പ്ലേ വിഭാഗം ഓക്കെയാണ്. അടുത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പറഞ്ഞാൽ എനിക്കിതിനകത്ത് ഏറ്റവും ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത് 64 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ സെറ്റപ്പ്. അത് മനോഹരം തന്നെയാണ്. രണ്ടാമത് ഈ പറഞ്ഞ പോലെ IPS LCD ഡിസ്പ്ലേ ആണെങ്കിൽ പഞ്ച് ഹോൾ മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നു. ബിൽഡ് ക്വാളിറ്റി കുഴപ്പമില്ല. 5000 mAh ബാറ്ററി സെറ്റപ്പും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഓക്കെയാണ്. അതുപോലെ ആൻഡ്രോയിഡിന്റെ ലേറ്റസ്റ്റ് വെർഷൻ Android 13 തന്നെ എന്തായാലും ഈ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിരിക്കുന്നു എന്നുള്ളതും ഫോണിന്റെ നേട്ടങ്ങളായിട്ട് പറയുമ്പോൾ, ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ദോഷങ്ങൾ എന്ന് പറയുന്നത് ഇതിനകത്ത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വൈഡ് ആംഗിൾ ക്യാമറ നൽകിയിട്ടില്ല. അതുപോലെ നിരവധി ബ്ലോട്ട് വേസുകൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ യൂസർ ഇന്റർഫേസിൽ ഉണ്ട് എന്നുള്ളതും വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ കുറവുകളായിട്ട് പറയാം. മറ്റൊരു പ്രധാന കുറവ് കൂടിയുണ്ട്. അതായത് ഈ ഒരു സ്മാർട്ട് ഫോൺ 4G ആണ്, 5G അല്ല. ഈ പ്രൈസ് റേഞ്ചിൽ 5G കിട്ടില്ല ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ, അത് ഉറപ്പാണ്. പക്ഷേ ഇനി എത്ര പേർ 5G റോൾ ഔട്ട് ചെയ്തു തുടങ്ങി ഈ ഒരു സമയത്ത് 4G സ്മാർട്ട് ഫോൺ വാങ്ങും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വിജയം. അപ്പോൾ 5G വേണ്ട, ഒരു ബജറ്റ് ഫ്രണ്ട്ലി 4G സ്മാർട്ട് ഫോൺ മതി എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് റിയൽമി നാർസോ N55.